യസീനുകളുടെ യഥാർത്ഥ ഭവനമാണ് ജെറുസലേം. സയാൻ പർവ്വതം എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രദേശം ജെറുസലേമിലെ ഏറ്റവും സമ്പന്നമായ ജില്ലയാണ്. പുരാവസ്തു ഗവേഷകർ ഇന്നും ഇവിടെ പര്യവേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നു. കാരണം അവരുടെ പര്യവേഷണത്തിൽ അസാധാരണമായ ഒരു കാര്യം കണ്ടെത്തി. 2000 വർഷം മുമ്പ് അടച്ച് മുദ്രവെച്ച മുറികളുള്ള ഒരു വീട്, ഏതാനും അടുപ്പുകളുടെ അവശിഷ്ടങ്ങളും അവർ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ എത്ര പേർ ഭക്ഷണം കഴിച്ചിരുന്നു എന്നതിന്റെ സൂചനയാണ് ഇവിടെയുള്ള അടുപ്പുകളുടെ എണ്ണം. ഇവിടെ കണ്ടെത്തിയ 5 അടുപ്പുകളിൽ നിന്നും ഗവേഷകർക്ക് ഒരു കാര്യം മനസ്സിലായി: അനേകം ആളുകൾക്ക് ഇവിടെ ഭക്ഷണം നൽകിയിരുന്നു. ചാവുകടൽ ചുരുളുകൾ മറയ്ക്കുന്നതുൾപ്പെടെ നിരവധി രസകരമായ സംഭവങ്ങൾ നടന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് വളരെ ആവേശകരമാണ്. ഗവേഷകർ ഈ വീട്ടിലെ ആചാരപരമായ കാര്യങ്ങൾ കണ്ടെത്തിയപ്പോൾ ചാവുകടൽ ചുരുളുകളെ സംബന്ധിക്കുന്ന വിട്ടുപോയ ഒരു കണ്ണി അവർ അവിടെ കണ്ടെത്തി. അവശിഷ്ടങ്ങളിൽ നിന്നും അവർ നിഗൂഢമായ 4 കഷ്ണങ്ങൾ വേർതിരിച്ചെടുത്തു. ചുണ്ണാമ്പുകല്ലിൽ കൊത്തിയെടുത്ത ഒരു കപ്പിന്റെ ഭാഗങ്ങളാണ്. ശുദ്ധീകരണ സമയം അവർ ഉപയോഗിക്കുന്നവയാണത്. 3 തരം നിഗൂഢ ലിഖിതങ്ങൾ അതിന്റെ ഉപരിതലത്തിൽ കോറിയിട്ടിട്ടുണ്ട്. അവയിലൊന്ന് ചാവുകടൽ ചുരുളുകൾക്ക് മാത്രമുള്ളതാണ്. ഈ കപ്പ് യസീനുകളുടെ ആയിരിക്കുമോ? അങ്ങനെയെങ്കിൽ അവർ പണ്ടേ ഉപേക്ഷിച്ച ഒരു നഗരത്തിലേക്ക് അവർ എങ്ങനെ വന്നു? ജെറുസലേമിൽ ഗവേഷകർ കണ്ടെത്തിയ ആവേശകരമായ കണ്ടെത്തലുകളിൽ ഒന്നാണിത്. കാരണം കുറച്ച് യസീനുകളെങ്കിലും കുമ്രാൻ വിട്ട് ജെറുസലേമിലേക്ക് മടങ്ങിയിരിക്കാമെന്നാണ് ഗവേഷകർ പറയുന്നത്. കാരണം ആചാരപരമായ പാനപാത്രത്തിലെ ഈ രസകരമായ ലിഖിതം തന്നെയാണ്: ഞാൻ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ചില യസീനുകൾ ജെറുസലേമിൽ അഭയം തേടി കുമ്രാനിന്റെ നാശത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കാം എന്നതിന്റെ തെളിവാകാം ഇത്. ജെറുസലേം നിലം പതിക്കുന്നത് കുമ്രാനിന്റെ നാശത്തിന് 2 വർഷത്തിന് ശേഷം AD 70-ലാണ്. അവിടുത്തെ നിവാസികൾ കൊല്ലപ്പെട്ടു. അത് യസീനുകളുടെ അവസാനമായിരുന്നു. ദുർഗമമായ ഒരു പർവ്വതക്കോട്ടയിൽ കൂടുതൽ ചുരുളുകൾ കണ്ടെത്തിയത് നാടകീയമായ രക്ഷപ്പെടലിനെ സൂചിപ്പിക്കുന്നു. ചാവുകടൽ ചുരുളുകൾ റോമാക്കാരുമായുള്ള യുദ്ധത്തിൽ നശിക്കാതിരിക്കാൻ യസീനുകൾ കാത്തുരക്ഷിച്ചവയാണത്. എന്തുകൊണ്ടാണ് അവർ ഒരിക്കലും തന്റെ ബൈബിൾ ലിഖിതങ്ങൾ വീണ്ടെടുക്കാതിരുന്നത്? റോമാക്കാർ അവരുടെ മരുഭൂമിയിലെ വാസസ്ഥലം നശിപ്പിക്കുകയും യസീനുകൾ അപ്രത്യക്ഷരാവുകയും ചെയ്തു. പിന്നീട് മസാബയിൽ നിന്നാണ് അവരെപ്പറ്റി ഒരു വിവരം ലഭിച്ചത്. ചാവുകടലിനടുത്തായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു പർവ്വതക്കോട്ടയാണ് യഹൂദ കലാപത്തിനും 100 വർഷം മുമ്പ് കുപ്രസിദ്ധ ഭരണാധികാരിയായ ഹെറോദ് രാജാവ് നിർമ്മിച്ചതാണ് മസാഡ. പുരാവസ്തു ഗവേഷകർ ഈ സ്ഥലത്ത് ഖനനം നടത്തിയപ്പോൾ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം അവർ കണ്ടെത്തി. തകർന്ന കോട്ടമതിലിനുള്ളിൽ അവശിഷ്ടങ്ങളുടെ കൂമ്പാരത്തിനിടയിൽ കുഴിച്ചിട്ട നിലയിൽ പുരാതന കടലാസ് കഷ്ണങ്ങൾ. അവയിലൊന്ന് ചാവുകടൽ ചുരുളിൽ മാത്രം കണ്ടിട്ടുള്ള വിശുദ്ധ വാക്യത്തിന്റെ ഒരു പകർപ്പാണ്. സാബത്ത് ബലിയുടെ ഗാനങ്ങൾ എന്നാണ് ഇതിന്റെ പേര്. ഇത് മസാഡയിലെ യസീനുകളുടെ സാന്നിധ്യത്തിന്റെ തെളിവാണോ? ഒരിക്കൽ കൊട്ടാര സമാനമായ ഒരു പാർപ്പിടമായിരുന്നു മസാഡ. അതിന്റെ മുൻ ഉടമ ഹെറോദ് രാജാവിന്റെ ശക്തിയുടെയും സമ്പത്തിന്റെയും നേർചിത്രമായിരുന്നു അത്. ജൂഡയിലെ ഏറ്റവും വെറുക്കപ്പെട്ട സ്വേച്ഛാധിപതി ഒരിക്കൽ കൈവശപ്പെടുത്തിയിരുന്ന ഒരു കോട്ടയിലേക്ക് യസീനുകൾ എന്തുകൊണ്ടായിരിക്കും വന്നത്? പർവ്വത ശിഖരത്തിൽ പണിതീർത്ത അസാധാരണമായ ഒരു കൊട്ടാരമാണ് മസാഡ. കോട്ടയ്ക്കുള്ളിൽ ഒരു തൂങ്ങും കൊട്ടാരം സ്ഥിതി ചെയ്യുന്നു. 1000 അടിയിലധികം ഉയരമുള്ള പാറക്കെട്ടുകൾക്ക് മുകളിൽ 3 ടെറസുകളിലായാണ് കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. പടത്താവളവും ആയുധപ്പുരയും കേന്ദ്രീകൃത താപ സംവിധാനങ്ങളുമുള്ള ഒരു കുളിപ്പുര പോലും ഇവിടെയുണ്ട്. എന്നാൽ കലാപസമയത്തിനും വളരെ കാലം മുമ്പ് തന്നെ ഹെറോദ് രാജാവ് അന്തരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കൊട്ടാരം ഒരു കൽക്കൂനയായി മാറിയിരിക്കുന്നു. റോമൻ യുദ്ധവിവരണങ്ങളുടെ കാലം മുതലുള്ള ചരിത്രപരമായ രേഖകളിൽ അക്രമാസക്തരായ ജൂത തീവ്രവാദികളുടെ കൈവശമായിരുന്നു മസാഡ എന്ന് പറയുന്നു. അവരെ സിക്കാരി എന്നായിരുന്നു വിളിച്ചിരുന്നത്. സിക്കാരികൾ ജൂത കൊലയാളികളാണ്. സിക്ക എന്ന പദത്തിൽ നിന്നുമാണ് അവരുടെ പേര് വന്നത്. അവർ തങ്ങളുടെ മേലങ്കിക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന മാരകമായ കടാരയാണ് സിക്ക. പൊതുസ്ഥലങ്ങളിൽ വെച്ച് റോമൻ അധിനിവേശക്കാരെ കൊല്ലുന്നതിലും ജനക്കൂട്ടത്തിനിടയിൽ നിന്നും അപ്രത്യക്ഷമാകുന്നതിലും അവർ കുപ്രസിദ്ധരായിരുന്നു. യുദ്ധത്തിന്റെ തുടക്കത്തിൽ സിക്കാരി വിമതർ റോമക്കാരിൽ നിന്നും മസാഡ കോട്ട പിടിച്ചെടുത്തു. റോമക്കാർ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ സിക്കാരികൾക്ക് അവരുടെ മരുഭൂമിയിലെ ഒളിത്താവളത്തിൽ സുരക്ഷിതമായി കഴിയുവാൻ സാധിച്ചു. കുമ്രാനിൽ നിന്നും കണ്ടെടുത്ത ചുരുളുകളുമായി പൊരുത്തപ്പെടുന്ന ചാവുകടൽ ചുരുളിന്റെ ഈ കഷ്ണം മസാഡയിലെ വിമതരുടെ ഒളിത്താവളത്തിൽ കാണപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കും? മസാഡയുടെ ആദ്യ ഭാഗത്ത് ഒരു നിഗൂഢമായ പടിക്കെട്ട് കാണാം.
കലാപത്തിന്റെ കാലത്താണ് ഇവ നിർമ്മിക്കപ്പെട്ടത്. യസീനുകളുടെ ആചാരപരമായ കുളിപ്പുരയാണിത്. കുളിപ്പുരയുടെ അടുത്തായി കാണപ്പെടുന്നത് നീളമുള്ള ഈ നേർത്ത കെട്ടിടമാണ്. ചുരുളുകൾ എഴുതി സൂക്ഷിച്ചിരുന്ന കുമ്രാനിലുള്ളതിന് സമാനമാണിതെന്ന് ഗവേഷകർ കരുതുന്നു. ചില യസീനുകൾ മസാഡയിൽ ഒരു പുതിയ വീട് നിർമ്മിച്ചതിന്റെ തെളിവാണിത്. കാരണം റോമാക്കാരിൽ നിന്നും രക്ഷപ്പെട്ട് അഭയം പ്രാപിച്ചു വന്ന യസീനുകൾക്ക് വരാൻ പറ്റിയ അനുയോജ്യമായ സ്ഥലമായിരുന്നു മസാഡ. മസാഡയിലെ ഈ കുന്ന് എല്ലാവരെയും സ്വീകരിച്ചു. എന്നാൽ ഹെറോദിന്റെ ഈ പർവ്വതക്കോട്ട യസീനുകൾ പ്രതീക്ഷിച്ച അത്ര സുരക്ഷിതമായിരുന്നില്ല. ചാവുകടൽ ചുരുളുകൾ എന്ന വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്.